ഫ്രഷായി ഓപ്പൺ ബാൽക്കണിയിൽ ചുണ്ടിൽ മൂളിപ്പാട്ടുമായി നിൽക്കുമ്പോൾ അടുത്ത് ഒരുവൻ്റെ സാമീപ്യം. കോഴിത്തരവുമായി വന്നിട്ടുണ്ട്. ഇവന് 8ൻ്റെ പണി തന്നെ കൊടുക്കണം. ഹായ് അരു. എന്താ വിളിച്ചേ? അരുണേ ചുരുക്കി അരു. എന്താ ഇഷ്ടായില്ലേ? ഇഷ്ടായി, പക്ഷേ ഡെന്നിയുടെ മുന്നിൽ വെച്ച് വിളിക്കരുത്. അവനാണ് അരുന്ന് വിളിക്കാറ്. ഓ, നിങ്ങൾ ഇഷ്ടത്തിലാണോ? എഡിൻ തനിക്ക് വട്ടുണ്ടോ? അരുണ ഉറക്കെ ചിരിച്ചു. ആരോടും പറയില്ലെങ്കിൽ ഒരു കാര്യം പറയാം. എന്നെ അരുവിന് വിശ്വസിക്കാം. അവന് എന്നെ ഇഷ്ടം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഡെന്നിക്ക് ഭ്രാന്ത് ഇളകാതിരിക്കാൻ ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കുന്നു. എഡിൻ്റെ മുഖം വികസിച്ചു. അരു, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ കാത്തിരിക്കാം. നിന്റെ ആഗ്രഹം നടക്കും. പൊന്നുമോൻ കാത്തിരുന്നോ. വലിയ മീനുകളെ പിടിക്കാൻ ഈ കുഞ്ഞു മീനിനെ എനിക്ക് വേണം. ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ താഴേക്ക് ഓടുന്ന പെൺപടകൾ. ഇതെന്താ നിഷ, അവിടെ ബിരിയാണി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നോക്കാം, നീ വാ. കോളേജിൻ്റെ അങ്ങിങ്ങായി കൂട്ടത്തോടെ നിൽക്കുന്ന പെൺകുട്ടികൾ. ദേ നിഷ, ഒരു ഫ്രീക്കൻ. ഇയാളെ കാണാനാ ഇവിടെ ഓട്ടമത്സരം നടന്നത്. ബ്ലാക്ക് BMW ബോണറ്റിൽ ചാരി നിന്ന് ഫോണിൽ സംസാരിക്കുവാണവൻ. ഇച്ചായൻ. ആര്? നിനക്കയാളെ അറിയൂ നിഷ? ഞാൻ രാവിലെ നിന്നോട് പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്? വാ. കോൾ കട്ട് ചെയ്ത് നോക്കിയതും നിഷയും ഒപ്പം ഒരു കൂട്ടുകാരിയും വരുന്നുണ്ട്. ഡെന്നി അവളെ നോക്കി ചിരിച്ചു. ക്ലാസ് കഴിഞ്ഞില്ലേ ആനി? കഴിഞ്ഞു വെച്ചാ. ഇതെൻ്റെ ഫ്രണ്ടാണ് ദീപ്തി. ഹായ് ദീപ്തി, നൈസ് ടു മീറ്റ് യു. ഇതാരാടി? ഹരിയേട്ടനല്ലേ നിന്നെ വിളിക്കാൻ വരാറ്? ഇനി മുതൽ എന്നും ഞാനാവും വരുന്നത്. പേര് ഡെന്നി സാമുവൽ, നിഷാനിയുടെ ഫിയാൻസി. പോകാനി? എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്റെ കൂട്ടുകാരിയല്ലേ ഞാൻ. കഷ്ടമുണ്ട് കേട്ടോ. സോറി ദീപ്തി. സാരമില്ല. ആ ചേട്ടൻ എന്ത് ചെയ്യുക? വട്ടൻ ഡോക്ടറാ. ബാക്കി വിശേഷം നാളെ പറയാം. ഇപ്പം പോട്ടെ. ഇച്ചയ, നമ്മൾ വീട്ടിലേക്കല്ലേ? അല്ല പിന്നെ എവിടെ പോവാ? ആനയ്ക്കൊപ്പം ഒരു ചെറിയ ഷോപ്പിംഗ്. ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. എനിക്കൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ പോകാം. വല്യമ്മച്ചി തിരക്കും. ഞാൻ ത്രേസ്യ കൊച്ചിൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് വന്നത്. ഇന്ന് എൻ്റെ ദിവസം. ഇച്ച അവളുടെ വലം കയ്യിൽ പിടിച്ച് ചുണ്ടിലേക്ക് അടുപ്പിച്ചു. ഒരുപാട് മിസ് ചെയ്തു ആനി. പുറം കയ്യിൽ അമർത്തി മുത്തി. വിരൽ തുമ്പിനെ നാവിനാൽ ഒഴിഞ്ഞെടുത്തു. കാറ് ഷോപ്പിംഗ് മാളിൻ്റെ പാർക്കിങ്ങിൽ നിർത്തി. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ നിമിഷങ്ങളാണ്. നിനക്കൊപ്പമുള്ള ഓരോ സെക്കൻഡും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാ. ഇച്ചായ, സൂസൻ ആൻറ്റി അറിഞ്ഞാൽ എന്താ നടക്കുക എന്നറിയാലോ. വാക്കുകൾ കൊണ്ട് അവരെന്നെ കുത്തി നോവിക്കും. എന്നെ പറയുന്നത് പോട്ടെ, എൻ്റെ അമ്മയെ ചീത്ത പറയും. സഹിക്കാനാവില്ല. എൻ്റെ പൊന്നല്ലേ, പ്ലീസ് കരയരുത്. നമുക്ക് പെട്ടെന്ന് പോകാം. അതല്ല താമസിച്ചാലും ആരും എൻ്റെ ആനിയെ ഒന്നും പറയില്ല. ചുവന്നു പിറയ്ക്കുന്ന നാസികത്തുമ്പിൽ ചുംബിച്ചതും ഒരു ഫോട്ടോ ക്ലിക്കായി. എന്തിനാ ഫോട്ടോ എടുത്തേ? എൻ്റെ കൊച്ചിനെ കാണാതെ പറ്റില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ കുറുമ്പിയെ കാണാൻ തോന്നുന്നു. അത് കൊള്ളാം. ഫോട്ടോ കാണുമ്പോൾ സന്തോഷം കിട്ടുമോ? പിന്നെയല്ലേ, സന്തോഷം മാത്രമല്ല, നേരിൽ കാണാനും നിന്നിങ്ങനെ വാരി പിടിച്ച് കൊഞ്ചിക്കാനും തോന്നും. ചെവിയിൽ ചുണ്ടമർത്തി നുണഞ്ഞതും അവൾ സൈഡ് ഡോറിലേക്ക് ചുരുണ്ട് കൂടി. എന്താണ് ആനി? അത്രമേൽ പതിയെ ചോദിച്ചു. ലവ് യു ഡെന്നിച്ച. പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നെഞ്ചിൽ മുഖമുരസി. ആനി, ഇത് നല്ല ശീലം അല്ല കേട്ടോ. സമയം പോവുകയാണ്. അവൾ പിടപ്പോടെ അകന്നു മാറി. എന്തേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടം. കല്യാണം കഴിഞ്ഞോട്ടെ. എൻ്റെ ആനിയുടെ ഇഷ്ടങ്ങൾ ഒന്നൊന്നായി നടത്തി തരാം. എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇരിക്കാം. എന്താ? അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ടേ? പിന്നെ പോകണ്ടേ, എന്നും പോകണം. നിഷയുടെ മുഖം വാടി. ഈ നഴ്സിനെ കൂടി കൂടെ കൊണ്ടുപോകും. പേഷ്യൻസിനെ നോക്കാനല്ല, ഡോക്ടർക്ക് വട്ടു വരുമ്പോൾ മരുന്ന് തരാൻ. ചിരിച്ചെന്നെ വശീകരിക്കാതടി. ഓ, ഞാൻ ചിരിക്കും. എന്നാ ഇച്ചാൻ്റെ കൺട്രോൾ മൊത്തം പോവും. പ്രശ്നമുണ്ടോ? അവൾ ചിരി കടിച്ചമർത്തി. അപ്പം അറിയാം. ഷോപ്പിലേക്ക് കയറുമ്പോൾ ഡെന്നിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താ പേടിയാണോ? വലിയ പെണ്ണല്ലേ നീ. ഞാൻ ഇത്രയും വലിയ കടയിൽ ആദ്യമായ വരുന്നത്. വല്യപ്പച്ചനാ കൊണ്ടുപോകാറ്. ആനി, ദേ ഈ ജീൻസ് പാകമാകില്ലേ? ഞാൻ ഈ ടൈപ്പ് ഡ്രസ്സുകൾ ഇട്ടിട്ടില്ലേച്ചാ. എനിക്കിഷ്ടമല്ല. വേണ്ട. എനിക്കിഷ്ടാ. വന്നേ. നിഷയെ ട്രയൽ റൂമിലേക്ക് കയറ്റി. ഞാൻ പുറത്ത് തന്നെ നിൽക്കാം. പേടിയൊന്നും വേണ്ട. ലോങ് സ്കർട്ടും ടോപ്പും ചുരിദാറും എല്ലാം സെലക്ട് ചെയ്തത് ഡെന്നിയാണ്.
ഈ വലിയ സൈസ് ഷർട്ടും ജീൻസും ആർക്കയച്ച? അരുണയ്ക്ക്. മുന്നിലേക്കുള്ള യാത്രയിൽ അവളൊന്നും മിണ്ടിയതേയില്ല. സൂസൻ, നീ ഇത് ആരെയാ കാത്തു നിൽക്കുന്നത്? അമ്മച്ചിക്കൊന്നും അറിയണ്ടല്ലോ. എൻ്റെ പിള്ളേര് കോളേജ് കഴിഞ്ഞ് വന്നു. ആ നശിച്ച സാധനത്തിനെ ഇതേവരെ കണ്ടില്ല. ഹരിക്കൊപ്പം ഊരു ചുറ്റാൻ പോയി കാണും. എന്തിനാ ചേട്ടത്തി എൻ്റെ മോളെ ഇങ്ങനെ ശപിക്കുന്നത്? നിങ്ങൾക്കാർക്കും ഒരു ദോഷത്തിനും അത് വരുന്നില്ലല്ലോ. അല്ല, എന്ന് മുതലാ അവൾ മേരിക്കുട്ടിയുടെ മോളായത്? സക്രിയ അറിയണ്ട. അമ്മയാവാൻ 10 മാസം വയറ്റിൽ ചുമക്കണം എന്നില്ല ആൻറ്റി. നല്ല മനസ്സുണ്ടായാൽ മതി. മേരി അമ്മയ്ക്ക് അതുണ്ട്, അരുണ പറഞ്ഞു. ഓ, കെട്ടിലമ്മ എല്ലാ കാര്യത്തിലും ഇടപെട്ടോളും. സൂസൻ തല വെട്ടിച്ചു. അരുണ മോള് എവിടെ പോവാ? എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നിഷാനി സിറ്റിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ശരിയെന്നാ, ടാക്സി ഇപ്പോൾ വരും. എന്നോട് പറഞ്ഞിട്ടല്ലേ കൊച്ചൻ നിഷയെ കൂട്ടാൻ പോയത്? പിന്നെന്താ അരുണ ഇങ്ങനെ പറഞ്ഞേ? ഇവിടെ എന്താ നടക്കുന്നേ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ കർത്താവേ. വല്യമ്മച്ചി ഉള്ളാലെ പറയുമ്പോൾ അരുണ അവരെ നോക്കി കണ്ണ് ചിമ്മി അടച്ചു. തിരമാലകൾ 2 ജോഡി കാൽപാദങ്ങളെ അരുമയായി കിളിപ്പെടുത്തി. നല്ല തണുപ്പ് ഇല്ലേ ഇച്ച? കാൽച്ചുവട്ടിലെ പൂഴിമണ്ണ് ഊർന്നു മാറി. ഡെനിച്ച മറിഞ്ഞു വീഴാൻ തുടങ്ങിയതും അവൻ്റെ വലം കൈയിൽ പേടിയോടെ ചുറ്റി പിടിച്ചു. നമുക്ക് പോകാം ഇച്ചായ. എന്താ എൻ്റെ ആനിക്കൊച്ചിന് കടലിൽ ഇറങ്ങാൻ ഇത്രയ്ക്ക് പേടിയാണോ? ഞാൻ 1-2 പ്രാവശ്യമേ ഇവിടെ വന്നിട്ടുള്ളൂ. വല്യപ്പച്ചൻ ദൂരെ നിന്ന് കടല് കാണിച്ചു തരും. ഇറങ്ങാൻ വാശി പിടിച്ചാലും സമ്മതിക്കില്ല. മണൽ പരപ്പിൽ 2 പേരും ഇരുന്നു. നീ എന്താ ആനി ആലോചിക്കുന്നേ? മിണ്ടാതിരിക്കാനാണേൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? വിശേഷങ്ങൾക്ക് എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടും. ടൂറ് പ്ലാൻ ചെയ്യും. പോകുമ്പോൾ എന്നെ മാത്രം ഒപ്പം കൂട്ടില്ല. അതുകൊണ്ട് വല്യമ്മച്ചിയും വല്യപ്പച്ചനും പോകില്ല. മേരിയമ്മ കരഞ്ഞു പറഞ്ഞാലും ആരും ചെവിക്കൊള്ളില്ല. ആഗ്രഹിച്ചാലും നടക്കില്ല. പിന്നെ അങ്ങനെയുള്ള മോഹങ്ങളില്ലാണ്ടായി. വേദനയിൽ വിങ്ങിപ്പൊട്ടുമ്പോൾ ഡെന്നിയുടെ കൈകൾ കുഞ്ഞിടുപ്പിനെ തഴുകി. ഇച്ചയ വേണ്ടാട്ടോ, ഇത്തിരി കുസൃതി കൂടുതലാ. ആരെങ്കിലും കാണും. എന്തേടി, ഇഷ്ടമല്ലെന്നാണോ? പോയിച്ച. അവൻ്റെ നെഞ്ചിൽ വിരൽ കുത്തി തടഞ്ഞു. ദേ, സൂര്യൻ അസ്തമിക്കാൻ പോവാ. എന്ത് ഭംഗിയല്ലേ? ഈ നിമിഷം നിന്നെ ഞാനൊന്ന് ചുംബിച്ചോട്ടെ? യോ വേണ്ട. അവൾ നിലത്തു നിന്ന് ചാടി എഴുന്നേറ്റു. നമുക്ക് പോകാം ഇച്ചായ. ഇന്ന് സിസിലി അമ്മയുടെ കച്ചേരി കേൾക്കാം. പോകാം. സമാധാനിക്ക് കൊച്ചേ. എനിക്ക് ആനിയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? പറയൂ. സിസിലി ആൻറ്റി ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ അരുണയും ഞാനും ഇഷ്ടത്തിലാണ്. അത് മാറ്റാൻ നിൽക്കണ്ട. നിഷയുടെ തല താഴ്ന്നു. നീ എൻ്റെ പെണ്ണാണ് എന്ന് എല്ലാവരോടും പറയാൻ എനിക്ക് ഒരു നിമിഷം മതി. പിന്നെന്താ പറഞ്ഞാൽ? എൻ്റെ പൊന്ന, നിന്നെക്കൊണ്ട് തോറ്റു. ഇരു കവിൾ തടത്തിലായി കൈകൾ വെച്ചു. പറയാം, പക്ഷേ ഇപ്പോൾ അത് ശരിയാവില്ല. ആ ചേച്ചിക്കൊപ്പം ഇച്ചായനെ ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല. വേദനയാ, സങ്കടാ, സഹിക്കാൻ പറ്റില്ല. അവളുടെ വെട്ടി വിറയ്ക്കുന്ന ചെഞ്ചുണ്ടിൽ വിരൽ വെച്ച് ഞെരിച്ചു. ആ വിടിച്ച, എന്നെ തൊടണ്ട. അവൻ്റെ കയ്യെ തട്ടി മാറ്റി. എന്തിനാടി വേണ്ടാത്തതെല്ലാം ചിന്തിച്ച് കൂട്ടുന്നത്? ആ ചേച്ചി എൻ്റെ ആരാണെന്ന് അറിയോ നിനക്ക്? ബെസ്റ്റ് ഫ്രണ്ടല്ലേ? പക്ഷേ അവരുടെ മനസ്സെന്താണെന്ന് അറിയില്ലല്ലോ. നീ വാ, നമുക്ക് പോകാം. വേണ്ട, പറഞ്ഞിട്ട് പോയാൽ മതി. ശാഠ്യം പിടിച്ച് മുന്നിൽ നിൽക്കുവാണ് നിഷ. അവൻ ചുറ്റിനും കറങ്ങി നോക്കി. ആരെ നോക്കുക? ഇരു കൈയിലും വാരിയെടുത്തതും അവൾ ഞെളിപിരി കൊണ്ടു. ദേ കുറുമ്പി, അടങ്ങിക്കിടന്നില്ലേൽ കടലിലെറിയും. യോ വേണ്ടിച്ച. കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയതും നിഷ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു. ഡെന്നിച്ച, ആനി പാവമല്ലേ? റിലാക്സ്. പിന്നെ ഒന്നും പറയാതെ അവൾ സീറ്റിലേക്ക് ചാരി. സീറ്റ് ബെൽറ്റ് ഇട്ടു കൊടുക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കണ്ണുനീരിനെ ഒപ്പിയെടുത്തു. ഞാനില്ലാത്ത തക്കം നോക്കി അവർ നിന്നെ ഉപദ്രവിക്കും. അത് പേടിച്ചിട്ടാ. ആനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാ സൂസൻ്റെയും സക്രിയയുടെയും എഡിൻ്റെയും ശ്രദ്ധ തിരിച്ചു വിടുന്നത്. അപ്പോൾ അരുണ ചേച്ചിയെ അവരുപദ്രവിക്കില്ലേ? അവൾക്കൊന്നും സംഭവിക്കില്ല. പിന്നെ അരുണയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവളോട് കൂട്ടുകൂടണം. ഇങ്ങനെ മാറി നിന്നാൽ എൻ്റെ കൊച്ചിൻ്റെ സംശയങ്ങൾ തീരില്ല. എന്താ ഇച്ചായ ഇവിടെ നിർത്തിയേ? 6 മണി കഴിഞ്ഞു. നല്ല വിശപ്പ്. ഫുഡ് കഴിച്ച് നമ്മൾ ഇവിടെ വെച്ച് പിരിയും. ഇച്ചായന് വട്ടുണ്ടല്ലേ? ഡെന്നി തലകുലുക്കി സമ്മതിച്ചു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് അരുണയുണ്ട്. ഡെന്നിച്ച ചേച്ചി ഹായ്. ഇനി നിഷയുടെ യാത്ര എൻ്റെ ഒപ്പമാണ്.
ആനി ചെല്ല്, ഞാൻ പിന്നാലെ വരാം. അമ്മച്ചി, ആ പെണ്ണ് എവിടെ പോയതാ? രാത്രി ഊരു തെണ്ടക്കവും തുടങ്ങിയോ? ഇത് നല്ലതിനല്ല. എൻ്റെ മോനിപ്പോ എന്തു പറ്റി? ദത്തെടുത്ത കുഞ്ഞിനോട് സ്നേഹം മൂത്തോ? സക്രിയ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു. മോൾ എത്തി അമ്മച്ചി. മേരിക്കുട്ടി ധൃതിയിൽ നടന്നു. നിഷാനി, ഈ ഡ്രസ്സുകൾ വാങ്ങി തന്നത് ഞാനാ. നമ്മൾ ബീച്ചിൽ പോയി ഫുഡ് കഴിച്ചു. ഓക്കെ ആണേ? ഓക്കെ. ഇത്രയും നേരം എവിടെയായിരുന്നു കൊച്ചുങ്ങളെ? ഓ, എന്താ സ്നേഹം. എൻ്റെ മക്കളായിരുന്നേൽ അമ്മച്ചിയുടെ ചീത്ത കേട്ടേനെ. ഞങ്ങൾ സൂസൻ്റെ മക്കളെ പോലെയല്ല, മാനം മര്യാദയ്ക്ക് നടക്കുന്നവരാ. പിന്നെ എന്നെയോ നിഷയോ മോശം വാക്ക് പറഞ്ഞാൽ കൈയുടെ ചൂടറിയും. മുന്നും പിന്നും അരുണ നോക്കില്ല. നീ എന്താടി വീട്ടിൽ വന്ന് കയറി ഞങ്ങളെ ഭരിക്കുന്നോ? ഈ നിമിഷം ഇവിടെ നിന്നും ഇറങ്ങണം. അങ്കിൾ, ആ കുട്ടി പറഞ്ഞത് ശരിയല്ലേ? ഞങ്ങൾ അത്ര നല്ല പിള്ളകളല്ലല്ലോ, എഡ്വിൻ പറഞ്ഞു. സൂസനും സക്രിയും വിളറി വെളുത്ത് നിൽക്കുവാണ്. അരുണയിൽ പുച്ഛം. വല്യമ്മച്ചി, ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് വാങ്ങി, പിന്നെ തിരമാല എണ്ണി, അങ്ങനെ ഇരുന്ന് സമയം പോയി. സോറി, ഇനി ആവർത്തിക്കില്ല. സാരമില്ല, ഇവിടെ ഉണ്ടായതൊന്നും അരുണ കൊച്ച് കാര്യമാക്കണ്ട. ഏയ് ഇല്ല. അവൾ എല്ലാവരെയും രൂക്ഷമായി നോക്കി. എഡിന് ഒരു പുഞ്ചിരി സമ്മാനിച്ചു. നിഷ റൂമിലേക്ക് കയറ് മുന്നേ തല ഉയർത്തി. അരുണ സ്റ്റെപ്പുകൾ കയറുന്നുണ്ട്. താങ്ക്സ് ചേച്ചി, പതിയെ പറഞ്ഞു. വെൽക്കം. എന്നെ ഇവിടെ നിന്നും ഓടിക്കാം എന്ന മോഹം വേണ്ട, നടക്കില്ല. ഡെന്നിയെപ്പോലെ കൂടിയ ഇനം വട്ട് എനിക്കുമുണ്ട്. ഒന്ന് സൂക്ഷിച്ചാൽ എല്ലാവർക്കും നന്ന്. മനസ്സിലായല്ലോ? അയാളിൽ നിന്ന് നോട്ടം പിൻവലിക്കാതെ സ്റ്റെയർ കമ്പിയിൽ മുറുകെ പിടിച്ചു. നിന്നെ വളർന്ന് പന്തലിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരുപാട് നാൾ ആയുസുണ്ടാവില്ല, ഓർത്തു വെച്ചോ. എന്നെ വട്ടം ചുറ്റിച്ചവനാ. പുറത്ത് കടക്കാനാകാത്ത വിധം പഴുതടച്ച് പൂട്ടും. അതുവരെ സന്തോഷിക്ക്. ഹരി, നിഷ വിളിച്ചോ? ഇല്ല, പക്ഷെ ഞാൻ വിളിച്ചു. മോളിന്ന് കോളേജിൽ പോയോ? ആരാ കൊണ്ടാക്കിയത്? സൂസനാണോ വഴക്ക് പറഞ്ഞത്? എൻ്റെ അമ്മ, വെപ്രാളപ്പെടണ്ട. ഡെന്നിക്ക് രാവിലെ ടൗണിലേക്കോ മറ്റോ പോകണമായിരുന്നു. ഇവിടെ ആദ്യമല്ലേ നിഷയ കൂടെ പോയത്. കോളേജിൽ പോകുന്ന വഴി അവന് സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹരി ടി വിയിലെ പാട്ടും ആസ്വദിച്ചിരുന്നു. കണ്ടു പഠിക്ക്. ഇവിടെ ഒരുത്തൻ ആണെന്ന് പറഞ്ഞ് നടക്കുക. ഹരി എഴുന്നേറ്റു. റിമോട്ട് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എനിക്ക് ഒന്ന് കിടക്കണം, നല്ല ക്ഷീണമുണ്ട്. നീ കൃഷിഭവനിലല്ലേ പോയത്? എന്താ ദേവിക്കുട്ടിക്ക് സംശയമുണ്ടോ? ഒരു സംശയമില്ല. എൻ്റെ മോനെ കൊണ്ട് ഒന്നിനും പറ്റില്ലാന്ന് ഈ അമ്മയ്ക്ക് മാത്രമല്ലേ അറിയൂ. എന്താ? അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അല്ല മക്കളെ, പ്രേമിക്കാൻ അറിയില്ല. ഒരു അടിപിടി കണ്ടാൽ ഓടും. പിന്നെ ഒന്നുണ്ട്, കൃഷി ചെയ്ത് കായ്ഫലം ഉണ്ടാക്കാൻ നന്നായിട്ടറിയാം. പക്ഷേ മതി, നിർത്ത്. ഞാനേ മകനാണ്, മറക്കണ്ട. ഓർമ്മയുണ്ട്. പിന്നെ നാളെ നിനക്ക് അവധിയല്ലേ? ബ്രോക്കർ കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ കൊണ്ടുവരും. നീ ഇവിടെ ഉണ്ടാകണം. എന്തിന്? എനിക്ക് പറ്റില്ല. ദേഹരി, അതിൽ ഏതേലും കുട്ടിയെ സെലക്ട് ചെയ്തില്ലേൽ പിറ്റേന്ന് രാവിലെ നീ എന്നെ കാണില്ല. അമ്മ, വേണ്ട മക്കളെ, മടുത്തു എനിക്ക്. മരിക്കുന്നതിന് മുന്നേ നിന്റെ കല്യാണം കാണണം. ആ ഒരു മോഹം മാത്രമേ ഉള്ളൂ. അതും സാധിച്ചു തരാൻ നിനക്ക് പറ്റില്ലേൽ ഞാൻ ഇവിടെ നിന്ന് പോകും. ഏതേലും വൃദ്ധസദനത്തിൽ ഇനിയുള്ള കാലം ജീവിക്കും. നിനക്ക് സമാധാനം കിട്ടും. മരവിച്ചതുപോലെ നിൽക്കുന്ന മകനെ മറികടന്ന് അവർ റൂമിലേക്ക് കയറി. എന്നോടാ കളി? നിന്നെ പ്രസവിച്ചതേ ഞാനാ. അച്ഛനെയും മോനെയും പോലെ പഠിപ്പില്ല, പക്ഷേ ആവശ്യത്തിന് ബുദ്ധിയുണ്ട്. ബെഡിൽ ഡ്രസ്സുകൾ നിരത്തിയിട്ടു. വല്യപ്പച്ചനാ ഇതുപോലെയെല്ലാം വാങ്ങി തരാറ്. എൻ്റെ ഇഷ്ടം എന്നേക്കാൾ അറിയാവുന്നത് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും മേരിയമ്മയ്ക്കും മാത്രമാണ്. ഇപ്പം ഇച്ചായനും. എൻ്റെ ഇച്ചായനാ എൻ്റെ മാത്രം. എനിക്ക് അങ്ങോട്ട് വരാവോ വല്യമ്മച്ചി? എന്താണ് കൊച്ചേ? ഇത് കണ്ടോ, ഇച്ചായൻ വാങ്ങി തന്നതാ. പിന്നെ ബീച്ചിൽ പോയി ബിരിയാണിയും ഐസ്ക്രീമും കഴിച്ചു. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? കണ്ണ് നിറയ്ക്കുന്നത് എന്തിനാ? വല്യപ്പച്ചനെ ഓർത്തു. ആ പെങ്കൊച്ച് എങ്ങനാ മോളെ? സ്നേഹമാണോ? നല്ല ചേച്ചിയാ, എന്നെ വലിയ ഇഷ്ടാ. പക്ഷേ എന്താ? പേടിപ്പിക്കാതെ പറയൂ. അത് ഇച്ചായൻ. അവൻ പറഞ്ഞത് എല്ലാം ത്രേസ്യാമ്മയെ അറിയിച്ചു. ശരിയാ. അരുണയെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പെണ്ണ് ഡോക്ടറാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഡോക്ടർ തന്നെയാ, ഞാൻ ചോദിച്ചു. എന്നാ മോള് കിടന്നോ? ഇച്ചായൻ വന്നോ വല്യമ്മച്ചി? വന്നു. വലിയ ചാട്ടമായിരുന്നു ചെക്കന്. എൻ്റെ മക്കളുടെ സന്തോഷം എന്ന് നിലനിർത്തണേന്ന്
ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം, അത് മാത്രമേ ഈ വയസ്സിക്ക് പറ്റൂ.